എന്തിനാ ഇവിടെ വന്നേ? നിങ്ങളോട് ഇവിടെ വരരുതെന്നല്ലേ മമ്മി പറഞ്ഞിട്ടുള്ളേ? വിഷു ആയതുകൊണ്ട്. വിഷുവിന് ഇങ്ങനെ എല്ലാ വീട്ടിലും കേറുന്ന ഏർപ്പാടുണ്ടോ? സൂര്യ സാർ പറഞ്ഞിട്ടാ ഇവര് വന്നത്. സൂര്യ പറയുന്നത് നടക്കാനേ. ഇത് സൂര്യയുടെ മാത്രം വീടല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ വീടാ. അവനെ നീ പാട്ടിലാക്കി അനുസരിപ്പിക്കുന്നുണ്ടാവും എന്ന് കരുതി ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാൻ പാടില്ല. വന്നത് വന്നു, പെട്ടെന്ന് ഇറക്കി വിടാൻ നോക്ക്. ബാക്കിയുള്ളവർക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് കഴിയണം. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വീട്ടിൽ കയറി വന്നവരോടാണോ ഇത്ര മോശമായിട്ട് പെരുമാറുന്നത്? അവരിവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് അവകാശം ഉണ്ടായിട്ടാ. സ്വന്തം മകളെ വിവാഹം കഴിച്ചയച്ച വീട്ടിൽ അച്ഛനും വീട്ടുകാർക്കും വരാൻ പാടില്ലെന്നുണ്ടോ? മമ്മി വേണ്ടി പോരുത്. ഞാനിവിടെ നിൽക്കുമ്പോ വേറെ ആരും ഇക്കാര്യത്തിൽ ഇടപെടണ്ട. സുദേവ, കുട്ടികളുടെ മനസ്സിൽ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കല്ലേ. നിങ്ങൾ ഇരിക്കേ, സുദേവ ഇരിക്കേ. വേണ്ട മാഡം, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അതെങ്ങനെ ശരിയാവാ? മകന്റെ ഭാര്യ വീട്ടുകാർ വരുമ്പോ അന്തസ്സോടെ സ്വീകരിച്ചല്ലേ പറ്റൂ. ഇരിക്കാനല്ലേ പറഞ്ഞ? ഓ, അമ്മ നിൽക്കുമ്പോ സുദേവൻ ആദ്യം ഇരിക്കുന്ന ശരിയല്ലല്ലോ. അമ്മ അമ്മ വന്നിരിക്കേ. അയ്യോ വേണ്ട മാഡം, ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും. അല്ല, ഇതെന്തു പറ്റി? ഈ കുടുംബത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അവകാശവും ഉണ്ടെന്ന് എന്റെ ഭർത്താവും എന്റെ മകനും നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അപ്പൊ പിന്നെന്താ ഇരിക്കാനൊക്കെ ഇത്ര ബുദ്ധിമുട്ട്? ഞാനും എന്റെ മക്കളും ഇരിക്കുന്ന സോഫയാ ഇത്. ഇവിടെ കയറി വന്ന അവകാശം പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കണം. എന്താ സുദേവ, എന്താ ഇരിക്കാത്ത? അത് മാഡത്തിന്റെ മുമ്പില്, അതും ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലേ? ഞാനും എന്റെ മക്കളും ഇരിക്കുന്ന ആ സോഫയിൽ ഇരുന്നാലേ നിന്റെയൊക്കെ കൈയും കാലും വിറയ്ക്കും. അതറിഞ്ഞിട്ട് തന്നെയാ ഇത്രയും ഭംഗിയായിട്ട് ഞാൻ ക്ഷണിച്ചത്. ഒരു സ്ഥാനം ചൂണ്ടിക്കാണിച്ചു തന്നാൽ അവിടെ ഇരിക്കാൻ നിങ്ങൾക്കൊക്കെ മുട്ടുവറക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ വീട്ടിലെ തറയിൽ ചവിട്ടാൻ യോഗ്യത നിങ്ങൾക്കില്ലെന്ന. ഇവള് ഈ നിൽക്കുന്നില്ലേ, ഇവളെന്റെ മകന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ എല്ലാരും കൂടി എഴുന്നള്ളി ഇങ്ങോട്ട് വന്നത്. അമ്മച്ചി, ഇവളിവിടുത്തെ വേലക്കാരിയാ. അടുക്കളയിലെ മൂലയിൽ തള്ളി വെക്കുന്ന ഒരു കുറ്റിച്ചൂലിന്റെ സ്ഥാനം പോലും ഇവൾക്ക് ഇവിടെ ഇല്ല. അങ്ങനെ ഒരുത്തിയുടെ ബന്ധുക്കള് വന്നാ ഞങ്ങള് പിന്നെ എങ്ങനെയാ നിങ്ങളെയൊക്കെ സ്വീകരിക്കേണ്ടേ? സുദേവ, ഈ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിക്കുക, അന്തസ്സോടെ ജീവിക്കുക എന്നൊക്കെ പറയുന്നതേ അത് ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 2-3 പെൺമക്കളെയൊക്കെ പെറ്റി വളർത്തിയിട്ടുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോ അവരേതേലും മുതലാളിമാരുടെ പയ്യന്മാരെയൊക്കെ അങ്ങ് വലവീശി പിടിച്ചോളൂ. അന്ന് നമുക്ക് സ്വർഗത്തിൽ വാഴാം എന്നുള്ളൊരു ചിന്തയില്ലേ, അതാ പാളിപ്പോയത്. ഒരു വർഷമായി ഇവളിവിടെ കയറി വന്നിട്ട് അത്രയും തന്നെ ദിവസമായി എന്റെ കുടുംബം അന്തസ്സോടെ പുറത്തിറങ്ങിയിട്ട്.
ഇവരിപ്പോ തന്നെ പൊയ്ക്കോളും. ദേ അതിന് നിന്റെ ഔദാര്യമൊന്നും വേണ്ട. ഇപ്പോ ഈ നിമിഷം എനിക്ക് തോന്നിയാലേ കഴുത്തിൽ പിടിച്ച് വെളിയിൽ തള്ളും, ഓരോന്നോരോന്നായിട്ട്. എങ്കിലാ കൈ ഞാൻ വിട്ടും. അങ്ങോട്ട് മാറി. എന്നെ എന്തിനു പിടിച്ചത്? മുത്തശ്ശി എത്ര നാളായി കണ്ടിട്ട്. അച്ഛൻ എന്തെങ്കിലും പതിച്ചു നോക്കി നിൽക്കുന്നേ? ഇത് നമ്മുടെ വീടല്ലേ അച്ഛാ, ധൈര്യമായിട്ട് നിക്ക്. കാർത്തു മോളെ, പിച്ചു. ആ നീ കുറച്ച് തടിച്ചു കേട്ടാ. വീട്ടിലിരുന്ന് നല്ല ഫുഡടി അല്ലേ? ആ ഇവിടെ ഇതുവരെ എന്ത് നടന്നു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നടന്നതൊന്നും നന്നായിരിക്കില്ല. പക്ഷേ ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. ഈ കാഞ്ഞിരക്കുരു ഉണ്ടല്ലോ, അത് മധുരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ, പാവങ്ങളാ. അവർക്ക് പറയാനുള്ളത് അവര് പറഞ്ഞോട്ടെ. പക്ഷേ നിങ്ങളോട് ഈ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത് ഞാനാ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതും ഞാനാ. അതിനാർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ സൂര്യയുടെ മുഖത്ത് നോക്കി പറയണം. അതെ, ഇവിടെ നിന്ന് അഹങ്കാരം കാണിച്ചാണല്ലോ നാട്ടിച്ച് തുലയ്ക്ക്. ഞാൻ ഒരു വിട്ടുവീഴ്ച ഞാൻ കാണിക്കില്ല. നന്ദിനിയുടെ കുടുംബം എന്റെ ഭാര്യ വീട്ടുകാരാ. അതിപ്പോ വാക്കായാലും പ്രവൃത്തിയിലായാലും സൂക്ഷിച്ചു മതി, കേട്ടല്ലോ? ഏയ് അളിയൻ, ഒന്ന് നിന്നേ. അതെ, എന്താ അളിയാ? ഈ കേറിപ്പോയവരെല്ലാവരും കൂടി അവിടെ സഭ കൂടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.